എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയരെ, ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 28ഉം 29ഉം വാക്യങ്ങൾ. യോഹന്നാൻ 4-ന്റെ 28ഉം 29ഉം. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. സുവിശേഷത്തിൻ്റെ പങ്കുവയ്ക്കൽ ഒരു സാധാരണക്കാരിൽ സാധാരണയായ സ്ത്രീ നടത്തുന്നതാണ് ഈ വേദഭാഗം. ഈ വചനത്തിൻ്റെ ഉള്ളടക്കം അതാണ്. സുവാർത്ത അനുഭവിച്ചവർക്കാണ് അത് പങ്കുവയ്ക്കാനുള്ള പ്രത്യേക പദവിയുള്ളത്. തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ യേശുക്രിസ്തുവിൽ കണ്ടെത്തിയ വ്യക്തികളെക്കാൾ സുവിശേഷീകരണ യോഗ്യതയുള്ളവർ വേറെയില്ല. പങ്കിലമായ ഒരു ഭൂതകാലമാണ് ഉണ്ടായിരുന്നതെങ്കിലും ശമരിയാക്കാരി സ്ത്രീ ശമരിയ പട്ടണത്തിലുള്ള അനേകരെ യേശുവിലേക്ക് ആകർഷിക്കുന്നതിന് ഉപകരണമായി തീർന്നു. തങ്ങളുടെ ഗുരു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു. പക്ഷേ അവരാരും കർത്താവിനോടൊന്നും ചോദിച്ചില്ല. ഒരു പക്ഷേ തങ്ങൾക്ക് മനസ്സിലാകാത്ത ചില മേഖലകൾ ദൈവബന്ധത്തിലുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കാം. അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രൂപാന്തരീകരണം ശമരിയാക്കാരുടെ മനസ്സിലും കാഴ്ചപ്പാടിലും യേശുവിനോടുള്ള സമ്പർക്കത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. ആ രൂപാന്തരമാണ് അവളെ സുവിശേഷ വാഹകയാക്കിയത്. ഒന്ന്, അവൾ വെള്ളം കോരാൻ കൊണ്ടുവന്ന പാത്രം അവൾ കിണറ്റിൻ കരയിൽ വെച്ചിട്ട് ശമരിയ പട്ടണത്തിൽ യേശുവിനെ കുറിച്ച് പറയാൻ പോയി. വീണ്ടും ദാഹിക്കാൻ മാത്രം സാധ്യതയുള്ള ഭൗമിക ജലത്തിൻ്റെ പ്രതീകമാണ് ആ പാത്രം. യാക്കോബിൻ്റെ ഉറവങ്കൽ നിന്നും വെള്ളം കോരിയെടുക്കാൻ വന്നവൾ യേശുക്രിസ്തുവാകുന്ന ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് ധാരാളം സ്വീകരിച്ചു. ഈ ദൈവിക ദാനം സ്വീകരിച്ചവളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ പ്രവാഹം ആരംഭിച്ചു. ഇപ്പോൾ ആ വനിതയുടെ മുൻഗണന തൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നതിലായി. ശമരിയ പട്ടണത്തിലുള്ള അനേകർ ഒരു മശിഹായ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ദാഹിച്ച് വലഞ്ഞ് വെള്ളത്തിനായി കാത്തിരുന്ന ഹൃദയ നിലങ്ങളിലേക്ക് വചനധാര പെയ്തിറങ്ങി. തൻ്റെ ഊഷരതകളിൽ ഫലപ്രാപ്തിയുടെ നനവ് അറിഞ്ഞവളുടെ രൂപാന്തരമാണ് അവളുടെ സുവിശേഷ നിയോഗത്തിൻ്റെ അടിസ്ഥാനം. മറ്റൊന്ന്, ശമരിയാക്കാരിയുടെ രൂപാന്തരം. യേശു സാന്നിധ്യം സ്വന്തം ഉണ്മയിലേക്ക് സ്വയം വിമർശനപരമായി നോക്കാൻ അവൾക്ക് പ്രേരണ നൽകിയിടത്താണ് ആരംഭിക്കുന്നത്. സകലവും കാണുകയും അറിയുകയും ചെയ്യുന്നവൻ്റെ കണ്ണുകൾ അവളുടെ അന്തരാത്മാവിനെ ശോധന ചെയ്തപ്പോഴാണ് സ്വയം കാണാൻ അവൾ പ്രേരിതയായത്. ഓരോ ആത്മീക രൂപാന്തരവും ആരംഭിക്കുന്നത് ദൈവം അറിയുന്നു എന്ന അവബോധത്തിലൂടെയാണ്. പക്ഷെ യേശു കാണുന്നത് പാപവും മാലിന്യവും മാത്രമല്ല, ഓരോ വ്യക്തിയിലും ഉള്ളടങ്ങിയിട്ടുള്ള സാധ്യതകളും കൂടെയാണ്. ശമരിയാക്കാരി സ്ത്രീ വിമോചിതയായത് നൊമ്പരപ്പെടുത്തുന്ന മനസാക്ഷിയിൽ നിന്നാണ്. യേശു ബന്ധത്തിൽ താൻ കണ്ടെത്തിയ തിരിച്ചറിവിൻ്റെ ആവേശം അവളെ കർമ്മോന്മുഖയാക്കി. ഓരോ വ്യക്തിയും ക്രിസ്താനുഭവം ഉൾക്കൊള്ളുമ്പോൾ കാഴ്ചപ്പാടുകളിലും വ്യക്തിത്വത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു. അവർ പുതിയ സൃഷ്ടികൾ ആയിത്തീരുന്നു. ശമരിയാക്കാർ യേശുവിനെ കുറിച്ച് അറിയിച്ചു കഴിഞ്ഞപ്പോൾ പട്ടണക്കാർ യേശുവിനെ തങ്ങളുടെ പട്ടണത്തിൽ ഹാർദമായി സ്വീകരിച്ചു. 2 ദിനങ്ങൾ കർത്താവോടെ പാർത്തു. പട്ടണക്കാർ പറഞ്ഞത് അവർ ഇനിയും കർത്താവിനെ സ്വീകരിക്കുന്നത് ആ സ്ത്രീ പറഞ്ഞതുകൊണ്ടല്ല, പിന്നെയോ അവർ നേരിട്ട് യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ് എന്ന് രേഖപ്പെടുത്തുന്നു.
നിഗൂഢ ലക്ഷ്യങ്ങളില്ലാത്ത എല്ലാ സുവിശേഷകരും ക്രിസ്തുവിനെ മറ്റുള്ളവർ സ്വയമായി അറിയുന്നതിന് പ്രേരിപ്പിക്കുന്നവരായിരിക്കും. ദൂത് അറിയിക്കുന്ന ദൂതുവാഹകർ പിന്നീട് അപ്രസക്തരാണ്. യേശുവിൻ്റെ അടുത്ത് വന്ന് രൂപാന്തരം പ്രാപിച്ചതിൻ്റെ ആവിഷ്കാരങ്ങൾ നമ്മിലുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം. നമ്മുടെ മുൻഗണനകൾക്കും കാര്യപരിപാടികൾക്കും മാറ്റം സംഭവിക്കേണ്ടതാണ്. കുറവുകളെ കാണുന്ന ദൈവം നമ്മിലെ സാധ്യതകളെ ഉണർത്തിവിടുമ്പോൾ നാം ആ കണ്ടെത്തലുകളിൽ ദൈവമഹത്വത്തിനായി ആവേശം കൊള്ളണം. സുവിശേഷമാണ് വലുതെന്നും ദൂത് അറിയിക്കുന്നവർ ദൈവിക ഉപകരണങ്ങൾ മാത്രമാണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷം വളരാൻ നമ്മെ തന്നെ സമർപ്പിക്കണം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം. പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. സുവാർത്തയുടെ പങ്കുവയ്ക്കലിനായി ഞങ്ങളെയും അവിടുന്ന് ഉപയോഗിക്കണമേ. ഞങ്ങൾ അനുഭവിച്ചതിനെ മറ്റുള്ളവരോട് പങ്കുവയ്പ്പാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും പ്രേരകമാകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയുടെ തണലിൽ അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയും ദൈവിക കൃപയും അനുഗ്രഹവും നാം ഏവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.